പോത്തുണ്ടി ഡാമും കഴിഞ്ഞ് നെല്ലിയാമ്പതി ചുരം കയറി നമ്മൾ എങ്ങോട്ടാണ് എത്തുന്നതെന്ന് അറിയാം. സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ. അടിപൊളി ഒരു പ്ലേസാണ് ദാ വ്യൂ പോയിന്റ്. പാലക്കാട് ഏരിയ മുഴുവൻ നമുക്ക് അവിടെ നിന്ന് കാണുന്നുണ്ടോ എന്നൊക്കെ സംശയം തോന്നുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. വലിയൊരു പാറയും മൂടി കെട്ടി മഞ്ഞൊക്കെ അടിപൊളി, നല്ല വൈബാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയ സമയത്ത് കുറച്ച് സമയം മഞ്ഞുണ്ടാവും, കുറച്ച് സമയം മഞ്ഞ് പോവും, അങ്ങനെ നല്ല രസമായിരുന്നു. അപ്പോൾ ഇറങ്ങാണ്ടുന്ന സ്ഥലങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉമ്മ നമ്മുടെ കൂടെ അങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം ഉമ്മ പറഞ്ഞു ഒരുപാട് നടക്കാനുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന്. അപ്പോൾ നമ്മൾ ഈ സീതാർകുണ്ട് പോകുന്നവരോട് പറയാനുള്ളൊരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മണി വരെ ഉള്ളൂ അങ്ങോട്ടുള്ള എൻട്രി. അപ്പോൾ നമ്മൾ 4 മണിക്ക് മുമ്പ് അവിടെ എത്തിയാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് കയറ്റി വിടുള്ളൂ നമ്മളെ. അല്ലാത്തവർ എന്ത് ചെയ്യുക, അവിടെ ചിലരൊക്കെ അവിടെ എടുക്കുന്നവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ആ റൂം എടുത്ത ബുക്കിങ്ങൊക്കെ കാണിച്ചു കൊടുത്താൽ അവർക്ക് അങ്ങോട്ട് കയറി. പക്ഷേ റൂം എടുക്കാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി വരട്ടെ എന്ന് വിചാരിച്ച് വണ്ടി എടുത്ത് പോകുന്നവർക്ക് 4 മണി ആയാൽ പിന്നെ അങ്ങോട്ട് കടത്തി വിടില്ല. ഇതിപ്പോൾ സീതാർകുണ്ട് പോയാൽ തന്നെ 5 മണി ആയാൽ അവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്യും. 5 മണി ആയാൽ പെട്ടെന്ന് അവിടുന്ന് പോരണമെന്ന് പറയാം. പക്ഷേ ഈ സീതാർകുണ്ട് ഉള്ള ഒരു വ്യൂ പോയിന്റിലുള്ള കാഴ്ചകളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വണ്ടി പാർക്ക് ചെയ്ത് നടന്നു പോകുന്നത് തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയാണ് കേട്ടോ. ഒരു ഭാഗത്തുള്ള തേയിലത്തോട്ടം നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷേ ഒരു ഭാഗത്ത് തേയിലത്തോട്ടം എന്ന് പറഞ്ഞാൽ എന്ത് ഭംഗിയാണെന്നറിയോ. ഇങ്ങനെ നോക്കി അങ്ങോട്ട് നോക്കി പോകാനേ തോന്നുള്ളൂ. പക്ഷേ കല്ലൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന റോഡാണ് മക്കളെ. അങ്ങോട്ട് മാത്രം നോക്കി പോയിട്ടുണ്ടെങ്കിലേ മുഖം അങ്ങോട്ട് ഷേപ്പോട്ട് മാറും. വീണ് പോയിട്ടുണ്ടെങ്കിൽ കണ്ടോ, കല്ലൊക്കെയുള്ള കുണ്ടും കുഴിയൊക്കെയുള്ള ഒരു വഴിയാണ്. പക്ഷെ നമ്മളിങ്ങനെ സംസാരിച്ച് നടന്ന് പോകണം, ആ ഒരു സുഖം ഉണ്ടല്ലോ എൻ്റെ പഠിച്ചോനെ. അടിപൊളി വൈബാണ് കേട്ടോ. നമ്മൾ ഫ്രണ്ട്സാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ആരായാലും ഫാമിലി മെമ്പേഴ്സൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ സംസാരിച്ച് ചിരിച്ച് കളിച്ച് കുറച്ചൊക്കെ നടന്നു പോകുന്നത് കണ്ട തേയിലത്തോട്ടം. ഞാനിതാ പരമാവധി എടുത്തിട്ടുണ്ട്. പക്ഷേ നല്ല മഴക്കാറും അങ്ങനെയൊക്കെ ആയിട്ട്, ചാറ്റൽ മഴയും അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു അവിടെ ഒരു അവസ്ഥ. പിന്നെ എന്താ വെച്ചാൽ വരുന്ന വഴിയിലും തന്നെ ഒരുപാട് തേയിലത്തോട്ടമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റില്ല, നല്ല മഴയായിരുന്നു തിരിച്ചു വരുമ്പോൾ. നമ്മൾ പോണ സമയത്ത് വേഗം അവിടെ എത്തണോ, 5 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് നമ്മൾ അവിടെ എത്തി കാണണം എന്നുള്ള വിചാരിച്ച് നല്ല ഫാസ്റ്റായിട്ട് പോകുന്നത്. എന്നിട്ടോ തിരിച്ചു പോകുമ്പോഴേക്ക് മഴയും പെയ്ത് തേയിലത്തോട്ടം ശരിക്കും ഒന്ന് എടുക്കാൻ, തേയിലത്തോട്ടത്തിലാണ് അതിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്ന ഒരു പ്രത്യേക വൈബല്ല. അതൊന്നും കിട്ടിയില്ല കേട്ടോ. എന്നാലും ഇൻഷാ അല്ലാ നമുക്ക് ഇനി വയനാടൊക്കെ ഉണ്ടല്ലോ, നല്ല തേയിലത്തോട്ടത്തിലൊക്കെ പോയിട്ട് എടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ സീതാർകുണ്ടൊക്കെ നടന്ന് കണ്ട്, കണ്ടോ തേയിലത്തോട്ടം കണ്ടോ. അപ്പോൾ സീതാർകുണ്ടിലൊക്കെ പോയി. അപ്പോൾ നോക്കി. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരാളുണ്ട് കേട്ടോ. ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓടി അങ്ങോട്ട് വരും. ഉമ്മ നോക്ക് പറഞ്ഞിട്ട്. ഒന്നുമില്ല കാണാൻ. ഇപ്പം തന്നെ സമയം 1 മണിയാവും. അവൾ ഉറങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ ഇനി അവളുടെ ശബ്ദം കേട്ട് എന്താ പിന്നെ അവളുടെ ശബ്ദം കൂടി ഉണ്ടായിക്കോട്ടെ റെക്കോർഡിങ്ങിലല്ല. അതിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ വയ്യ. ഞാൻ റെക്കോർഡ് ചെയ്യും, അവൾ വരും, ഞാൻ ക്ലോസ് ചെയ്യും. ഇനി എനിക്ക് വയ്യ. ഇനി നിങ്ങളിങ്ങനെയൊക്കെ കണ്ടാൽ മതി. അപ്പോൾ ഇതേ മഴയൊക്കെ പെയ്യുന്നുണ്ട്, നല്ല മഴ ചിറാപ്പുഞ്ചിയിലെ. അപ്പോൾ മഴ പെയ്തപ്പോൾ ചിറാപ്പുഞ്ചി എന്നുള്ള പാട്ടില്ലേ, അനാൻഷാൻ്റെ ഓർമ്മ വരിക അല്ലേ, അങ്ങനെ. പക്ഷേ നല്ല റോഡൊക്കെ കുണ്ടും കുഴിയാട്ടോ. ഇങ്ങനെ ഈ തേയിലത്തോട്ടമൊക്കെ കടന്ന് വന്നാൽ നമുക്ക് പിന്നെ കാപ്പിത്തോട്ടം, പിന്നെ ചെറിയ ചെറിയ ഓറഞ്ച് മരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ, അതൊക്കെ കാണാം കേട്ടോ. താങ്ക് യു.